വേണ്ട, ആ കുടം പൊട്ടിക്കരുത്. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. നോക്ക്, നാരങ്ങയും കാക്കത്തൂലും ഒക്കെ വെച്ചിട്ടുണ്ട്. ആരോ എന്തോ ചടങ്ങിന് വെച്ചതായിരിക്കും. നമ്മളൊക്കെ ടൂറ് പോയാൽ അവിടെ നിന്നും കൊണ്ടുവരാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചില സമ്മാനങ്ങളൊക്കെയാണ്. എന്നാൽ ഇവിടെ ഗോവയിലേക്ക് ടൂറ് പോയ നന്ദിത കൊണ്ടുവന്നത് അവിടെ ബീച്ചിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ആത്മാവിനെയായിരുന്നു. കുറച്ച് അത്ഭുതമായ കഥയായിട്ട് നിങ്ങൾക്കിത് തോന്നാം. എന്നാൽ ഇതൊരാളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ നടന്ന ഒരു കഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ യഥാർത്ഥ ജീവിതത്തിലെ പ്രേതകഥകൾ അന്വേഷിക്കുന്ന സമയത്ത് എന്നെ തേടിയെത്തിയ ഒരു കഥയായിരുന്നു ഇത്. നന്ദിത എന്നോട് ഈ കഥ പറയുന്ന സമയത്ത് നന്ദിത പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെയധികം പേടി തോന്നിയിരുന്നു. കാരണം ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതുപോലെ ആത്മാവ് ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരിടം തന്നെയായിരുന്നു ഗോവ. ഗോവയിലേക്ക് നമ്മൾ എപ്പോഴും ടൂറ് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത്, അതും എല്ലാവരും ചെല്ലുന്ന ഒരു സ്ഥലത്തൊക്കെ ഇതുപോലെയുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രേതബാധകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നന്ദിത ഈ കഥ മുഴുവൻ എന്നോട് പറഞ്ഞ സമയത്ത് ഇത് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ഒരു കഥ നിങ്ങളോട് കൂടി പറയാമെന്ന് ഞാൻ കരുതിയത്. നന്ദിത, അർജുൻ, ശ്രാവൺ, സന്ധ്യ, ബിനോയ് ഇവരായിരുന്നു ഒരു ഗ്യാങ്. അവർ കേരളത്തിലെ ഒരു പ്രശസ്തമായ കോളേജിൽ ബികോം ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. ഇവരെല്ലാവരും അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ എല്ലാ ജീവിത ലൈഫ് സ്റ്റൈലുകളും മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഒരു ഹാഷ് ബോഷ് ലൈഫ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ജീവിതം മൊത്തത്തിൽ അവരുടെ കൺട്രോളിലൊന്നും ആയിരുന്നില്ല. അവർ നല്ല രീതിയിൽ പണം ചിലവഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അതിഥി എല്ലാവരോടുമായി ഒരു കാര്യം പറഞ്ഞത്. നമ്മുടെ ഫൈനൽ സെമ്മിന്റെ എക്സാം കഴിയുന്ന അന്ന് തന്നെ ഗോവയിലേക്ക് വിടണം. അവിടെ 5-6 ദിവസം താമസിച്ച് അവിടെ ഉല്ലസിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇനി തിരിച്ച് ഇങ്ങോട്ടേക്കുള്ളൂ എന്ന്. അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറായിക്കോളൂ എന്ന് കൂടി സുഹൃത്തുക്കളോട് നന്ദിത പറഞ്ഞു. ആ സമയത്ത് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അതെ എന്ന് സമ്മതം. അതിനുശേഷം അവരുടെ ഫൈനൽ ഇയർ എക്സാം, അതായത് അവസാനത്തെ സെം എക്സാമിൻ്റെ അവസാന ദിവസം, അവരുടെ എക്സാം കഴിഞ്ഞ സമയത്ത് അവരെല്ലാവരും കൂടെ സ്വന്തം വണ്ടിയെടുത്ത് അവർ ഗോവയിലേക്ക് പോകാൻ തുടങ്ങി. റോഡ് മാർഗം അവർ ഉല്ലസിച്ച് പോകാമെന്ന് തന്നെയായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ ഈ ഗോവയിലേക്കുള്ള ഈ ഒരു യാത്ര അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ ചില കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആർക്കും ഗോവയിലേക്ക് പോകണമെന്ന ഒരു ചിന്ത പോലും ഉദിക്കില്ല എന്നായിരുന്നു എനിക്ക് മനസ്സിലായത്. അന്നവർ റോഡ് മാർഗം അവരുടെ സ്വന്തം വണ്ടിയിൽ അവിടെ ഗോവയിലേക്ക് എത്തി. ഗോവയിലേക്ക് എത്തിയ സമയത്ത് അവർ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് അവർ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം സ്ഥലങ്ങളൊക്കെ കാണാനായി അവിടെയും ഇവിടെയും ഒക്കെ കറങ്ങാൻ തുടങ്ങി. എന്നാൽ സുഹൃത്തുക്കളിൽ പലരും അവിടുത്തെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ അവർ പോയ ബീച്ചുകളിലൊക്കെ അത്യാവശ്യം ക്രൗഡായിട്ടുള്ള ബീച്ചുകളായിരുന്നു. അതുകൊണ്ട് നന്ദിത പറഞ്ഞു, ഇവിടെ ഉൾഭാഗങ്ങളിലൊക്കെ ബീച്ചുകളുണ്ട്, അവിടെയൊന്നും ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാം, അവിടെ വെച്ച് നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞു. കലാപരിപാടികൾ മറ്റൊന്നുമായിരുന്നില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും മദ്യപിക്കുമായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ ആവശ്യവും. അതുപോലെയുള്ള ഒരു വിജനമായ ബീച്ച് സൈഡിലേക്കൊക്കെ പോയാൽ അവർക്ക് അവിടെ വെച്ച് മദ്യപിക്കാമെന്നായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. നന്ദിതയും അതുതന്നെയായിരുന്നു ആഗ്രഹിച്ചതും. അങ്ങനെയാണ് അവരെല്ലാവരും കൂടെ ഉൾഭാഗത്തുള്ള ഒരു ബീച്ചിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അവരെല്ലാവരും കൂടെ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് മദ്യപിക്കാനായി തുടങ്ങി. മദ്യപാനമൊക്കെ കഴിഞ്ഞ് ഏകദേശം ലഹരി അവരുടെ ശരീരവും മനസ്സിനെയും കീഴടക്കിയ സമയത്ത് അവർ ആ ബീച്ചിലൂടെ നടക്കാനായി തീരുമാനിച്ചു. എന്നാൽ പലർക്കും വെളിവ് പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലും ലഹരിയിൽ മുങ്ങിയായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്താണ് നന്ദിതയുടെ കാലിൽ എന്തോ ഒന്ന് കൊണ്ടത്. അവൾക്കത് വല്ലാതെ വേദനിച്ചു. ഉടനെ തന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ കാലിൽ തട്ടിയത് ഒരു മൺകുടുക്കിയായിരുന്നു.
ആ മൺകുടുക്കയിലേക്ക് നോക്കി അവൾ എന്തൊക്കെയോ പിറുപിറുത്തു. അവൾ മുഴുവനായി മദ്യലഹരിയിലായതുകൊണ്ട് അവൾക്ക് സുബോധം തീരെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നന്ദിത അത് കാലുകൊണ്ട് ഉടയ്ക്കാനായി ശ്രമിച്ചു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അർജുൻ പറഞ്ഞു, ഇത് ഉടയ്ക്കണ്ട, കാരണം ഇതെന്തൊക്കെയോ മന്ത്രച്ചരടുകൾ കൊണ്ടും അതുപോലെ കാക്കയുടെ തൂവലും ചെറുനാരങ്ങയും ഒക്കെ കെട്ടി എന്തോ ഒരു മന്ത്രവാദം ചെയ്തതുപോലെയുള്ള ഒരു കുടുക്കയാണ്. ഇത് പൊട്ടിക്കേണ്ട, ഇത് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് അർജുൻ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറഞ്ഞു. എന്നാൽ ഇതിലാർക്കും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ നന്ദിത ഒരു ചവിട്ടുകൊണ്ട് ആ കുടുക്ക തകർത്തിരുന്നു. ഉടനെ തന്നെ അവിടെ മൊത്തം അന്തരീക്ഷം മാറി. ഒരു മഴ പെയ്യാനെന്ന വണ്ണം ആകാശം ഇരുണ്ടു മൂടി. അതുപോലെ ആ കുടുക്ക പൊട്ടിയ സമയത്ത് ആ കുടുക്കയിൽ നിന്നും ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നു. അതുമാത്രമല്ല, അസഹ്യമായ ഒരു ദുർഗന്ധവും അവിടെ മൊത്തം വമിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അവർ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അവരൊന്നും കാണാതെ ഒരു അദൃശ്യ ശക്തി, ആ കുടുക്കയിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു പൈശാചിക ശക്തി അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പിശാചിന്റെ കണ്ണുകളിലൂടെ ആ പിശാച് കണ്ടുകൊണ്ടിരുന്നത് നന്ദിതയുടെ മുഖം മാത്രമായിരുന്നു. കാരണം നന്ദിതയാണ് അതിനെ സ്വതന്ത്രയാക്കിയത്. എന്നാൽ സത്യത്തിൽ ആ ആത്മാവിന് സ്വതന്ത്രനാവേണ്ടിയിരുന്നില്ല. ആ ആത്മാവ് ആ കുടുക്കയ്ക്കുള്ളിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ ആത്മാവിനെ ഉണർത്തിയ ദേഷ്യത്തിലായിരുന്നു നന്ദിതയെ ആ പിശാച് നോക്കിക്കൊണ്ടേയിരുന്നത്. അങ്ങനെ അവിടെ നിന്നും മദ്യലഹരിയിൽ അവർ എല്ലാവരും കൂടെ അന്ന് റിസോർട്ടിലേക്ക് പോയി. എന്നാൽ റിസോർട്ടിൽ അന്നത്തെ രാത്രി നന്ദിതയ്ക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അമാനുഷികമായ കാര്യങ്ങളാണ്. അർദ്ധരാത്രിയിൽ എപ്പോഴോ നന്ദിത കുടിച്ച മദ്യത്തിൻ്റെ വീര്യം കെട്ടിരുന്നു. ആ സമയത്ത് നന്ദിത ഉണർന്ന സമയത്ത് നന്ദിതയ്ക്ക് തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ ഒരു ബാമയ്ക്കെടുത്ത് നെറ്റിയിൽ പുരട്ടുന്ന സമയത്താണ് അവൾക്ക് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നത്. മദ്യലഹരിയിൽ വന്ന ഞാൻ ടാപ്പ് അടക്കാൻ മറന്നുപോയതാവാമെന്ന് കരുതി നന്ദിത ബാത്റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ വെള്ളമൊന്നും വീഴുന്നുണ്ടായിരുന്നില്ല. എന്നാലും നന്ദിതയ്ക്ക് വെള്ളം വീഴുന്ന ശബ്ദം അടുത്ത് നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന സമയത്ത് നന്ദിതയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ, തനിക്ക് നേരെ ആരോ തുറിച്ചു നോക്കുന്നത് പോലെ രണ്ട് കണ്ണുകൾ അവൾക്ക് ആ മുറിയിൽ അവിടെയും ഇവിടെയുമൊക്കെ കാണാനായി സാധിച്ചു. എന്നാൽ ഇതിന്റെ കാരണമൊന്നും നന്ദിതയ്ക്ക് വ്യക്തമായിരുന്നില്ല. വീണ്ടും നന്ദിത ചെന്ന് കിടന്നു. ആ സമയത്തും ആ പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട നന്ദിത ജനവാതിലിനരികിൽ നിൽക്കുന്ന സമയത്താണ് കടലിൽ നിന്നും ഒരു സ്ത്രീ കരയിലേക്ക് കയറി വരുന്നത് പോലെ തോന്നിയത്. അവളുടെ അടുത്തേക്ക് അടുക്കും തോറും ആ സ്ത്രീക്ക് മുഖവും കണ്ണും മൂക്കും വായും ഇല്ലാത്ത രൂപത്തിൽ തന്നെയായിരുന്നു. അത് ഒരു മനുഷ്യരൂപമായിരുന്നില്ല, തികച്ചും ഒരു പൈശാചിക രൂപം. ഇത് കണ്ട ഉടനെ തന്നെ നന്ദിതയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. തന്നെ എന്തോ ഒരു വസ്തു ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. അത് ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു പൈശാചിക ശക്തിയാണെന്ന് നന്ദിതയ്ക്ക് മനസ്സിലായി. എന്നാൽ നന്ദിതയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ നന്ദിത ഇത് കൂട്ടുകാരോട് പറയാനായി മടിച്ചു. ഒരുപക്ഷെ കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കളിയാക്കുമോ എന്ന ഉൾഭയമായിരുന്നു അതിനൊക്കെ കാരണം. എന്നാൽ അന്നത്തെ രാത്രി അവൾ പുറത്തിറങ്ങിയ സമയത്ത് അവളുടെ ചുറ്റും ഒരു പൈശാചിക രൂപം അവളുടെ നേരെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായി അവൾക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ഒരു തവണ ആ രൂപം അവളുടെ മുഖത്തോട് മുഖം വന്നു നിൽക്കുന്ന സമയത്ത് അവൾ ആർത്ത് നിലവിളിക്കുക വരെ ചെയ്തു. എന്നാൽ എല്ലാവരും മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അടുത്തടുത്ത റൂമുകളിലെ സുഹൃത്തുക്കളൊന്നും ഇത് കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദിതയ്ക്ക് ഇത് എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞു. എന്നാൽ നന്ദിത എല്ലാം തുറന്നു പറയുന്ന ഒരു സുഹൃത്തായിരുന്നു അർജുൻ. ഈ അർജുന് പാരാനോർമൽ ആക്ടിവിറ്റികളിലൊക്കെ വലിയ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അന്ന് രാത്രി അർജുനെ വിളിച്ചു റൂമിലേക്ക് വരുത്തി. എന്നിട്ട് ഈ നടന്ന സംഭവ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അർജുൻ പറഞ്ഞു, നിനക്ക് ഇതൊക്കെ തോന്നുന്നതാവാമെന്ന്. അല്ല അർജുൻ, എനിക്ക് ചുറ്റും എന്തോ ഒന്നുണ്ട്. അന്ന് കടൽ തീരത്ത് വെച്ച് എന്തോ ഞാൻ ചവിട്ടി പൊട്ടിച്ചതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ആ സമയത്ത് അർജുൻ പറഞ്ഞു, അതൊരു മൺകുടമായിരുന്നു. അതിന്മേൽ കാക്കയുടെ തൂവലും ചെറുനാരങ്ങയും അതുപോലെ ചില മാന്ത്രിക ചരടുകളും ഉണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞു അത് പൊട്ടിക്കരുത് എന്ന്. അതെന്തോ കൂടോത്രമൊക്കെ ചെയ്ത ഒരു മൺകുടം പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മുത്തശ്ശൻ പണ്ടുകാലത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൂടോത്രം ചെയ്ത ചില വസ്തുക്കൾ കടലിൽ ഒഴുക്കി കളയാറുണ്ട് എന്ന്. കടലിൻ്റെ അതിശക്തമായ തിരയിലൂടെ അത് കരയിലേക്ക് വരികയും കരയിൽ നടക്കുന്ന ചില ജീവനുകൾ അതിനെ
തകർത്ത് കഴിഞ്ഞാൽ ആ ശക്തി അവരുടെ കൂടെ പോരും എന്നൊക്കെ എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാനത് തകർക്കരുത് എന്ന് നിന്നോട് ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ മദ്യത്തിൻ്റെ ലഹരിയിൽ നീ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എന്തായാലും നീ കിടന്നുറങ്ങ്. നാളെ രാവിലെ തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അതെല്ലാം തീരുമെന്ന് അർജുൻ നന്ദിതയോട് പറഞ്ഞു. എന്നാൽ നന്ദിതയ്ക്ക് അന്നത്തെ രാത്രി ഉറക്കം തന്നെ വന്നില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. നേരം പുലരും വരെ ആ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദവും ഒരു സ്ത്രീ നിലവിളിക്കുന്ന ശബ്ദവും അവൾക്ക് കേട്ടുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അവരെല്ലാവരും നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ നാട്ടിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ടേക്ക് വന്ന നന്ദിതയായിരുന്നില്ല. അവളുടെ മട്ടും മാതിരിയും മുഖവും മനസ്സും ഒക്കെ മാറിയിരുന്നു. തീരെ ആക്റ്റീവ് അല്ലാത്തതുപോലെ. സുഹൃത്തുക്കളെല്ലാവരും അവളോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ എന്താണ് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ. എന്നാൽ അതിനൊക്കെ നന്ദിത ഒന്നുമില്ല എന്ന ഒരു വാക്കിൽ മറുപടി ഒതുക്കി. തിരിച്ച് നാട്ടിലേക്ക് എത്തിയ സമയത്ത് അവൾ നേരെ ചെന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. എന്നാൽ അവൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും ഒരു സഹോദരനുമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ബന്ധു മരണപ്പെട്ടതുകൊണ്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയതാണെന്ന് അവരുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവർ മൂലം നന്ദിത അറിഞ്ഞു. എന്നാൽ അന്ന് രാത്രി അവിടെ നന്ദിത തനിച്ച് കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. എന്നാൽ നന്ദിതയ്ക്ക് അന്നത്തെ രാത്രിയും ഇവിടെ നാട്ടിലെത്തിയതിനു ശേഷവും അവളുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രേതാനുഭവങ്ങളുണ്ടായി. അന്ന് ആ ബീച്ചിൽ കണ്ട അതേ സ്ത്രീയുടെ രൂപം അവളുടെ കണ്ണാടിയിലും അതുപോലെ ഫോൺ സ്ക്രീനിലും, അങ്ങനെ അവൾ നിൽക്കുന്ന ഏത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു നന്ദിതയ്ക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്ന് മാത്രം നന്ദിതയ്ക്ക് വ്യക്തമായിരുന്നില്ല. എന്നാൽ നന്ദിതയ്ക്ക് ഒരു കാര്യം അറിയായിരുന്നു. ആ മൺകുടം തകർത്തതിന് ശേഷം മാത്രമാണ് എനിക്കിങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ വാതിലിൽ അതിശക്തമായി മുട്ടുന്നത് കേട്ടത്. അങ്ങനെ അവൾ അവളുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. എന്നാൽ മുട്ടിയിരുന്നത് ബെഡ്റൂമിൻ്റെ ഡോറായിരുന്നില്ല. വീണ്ടും അവൾ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൾക്ക് ആ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് പുറത്തു നിന്നായിരുന്നു. വളരെ പേടിയോടെ ചെന്ന് അവൾ പുറത്തെ വാതിൽ തുറക്കുന്ന സമയത്ത് ഒരു സ്ത്രീ മുടിയൊക്കെ അഴിച്ച് ഒരു നനഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച ഒരു സ്ത്രീ അവരുടെ വീടിൻ്റെ ആ ഡോറിന് മുന്നിൽ തല തിരിച്ചു നിൽക്കുന്നു. അതായത് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വളരെ പരിങ്ങിയ ഇടറിയ സ്വരത്തിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ ആ ഒരു രൂപം അവൾക്ക് നേരെ തിരിഞ്ഞ് അവളോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഉറക്കം കെടുത്തിയത്? നീ എന്തിനാണ് എൻ്റെ വീട് തകർത്തത് എന്ന ആ പൈശാചിക രൂപത്തിലുള്ള ആ മുഖത്തോടെ അവളോട് ചോദിക്കുന്ന സമയത്ത് അവൾ വളരെയധികം പേടിച്ചിരുന്നു. ഉടനെ തന്നെ അവൾ വാതിലടച്ച് ഉള്ളിലേക്ക് ഓടി ബെഡ്റൂമിലേക്ക് എത്തി. ബെഡ്റൂമിൻ്റെ കതകടച്ച് അവൾ ആദ്യം വിളിച്ചത് അർജുനെ ആയിരുന്നു. അർജുനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അർജുൻ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരാം, നീ അല്പം കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അർജുൻ തൻ്റെ മുത്തശ്ശനോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അർജുൻ്റെ മുത്തശ്ശൻ പറഞ്ഞു, ഇതൊരു നിസാര കാര്യമല്ല, നന്ദിതയെ എങ്ങനെയെങ്കിലും ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കണം. അതിന് ഒരു മന്ത്രവാദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പൂജാമന്ത്രങ്ങൾ അറിയുന്ന ഒരു മന്ത്രവാദിയെ കൂട്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന്. ആ സമയത്ത് അർജുന് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ നന്ദിതയുടെ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും അവരുടെ വീട്ടുകാർ വളരെയധികം പരിഭ്രാന്തരായി. തൻ്റെ മകൾക്ക് ആ ആത്മാവിൽ നിന്നും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ആ ഒരു ഭയം കാരണം അവർ തന്നെ ഒരു മന്ത്രവാദിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ ആ മന്ത്രവാദി എത്തിയ സമയത്ത് വീട്ടിലെ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്യാനാണ് ആദ്യം ആ മന്ത്രവാദി പറഞ്ഞത്. എന്നിട്ട് അവിടെ നടുവിലെ കളത്തിൽ ഒരു ഹോമകുണ്ഡം ഒരുങ്ങി. എന്നാൽ ആ ഹോമകുണ്ഡത്തിന് തീ കൊളുത്തുന്ന സമയത്ത് ആ തീ കത്തുന്നേ ഉണ്ടായിരുന്നില്ല. എന്തോ കാറ്റില്ലാതെ അണഞ്ഞു പോകുന്ന രീതിയിൽ തീ അണഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് പിന്നെയും ഒരുപാട് തവണ ശ്രമിക്കുന്ന സമയത്താണ് ആ അഗ്നികുണ്ഡത്തിന് തീ പിടിച്ചത്. എന്നാൽ ആ തീ ആളിക്കത്തും മുന്നേ ആ തീ അണഞ്ഞു പോയിരുന്നു. ആ മന്ത്രവാദിക്ക് അതീവ ശക്തിയും ജ്ഞാനവും ഉള്ളത് കൊണ്ട് ആ ആത്മാവിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ സമയത്ത് അദ്ദേഹം ആ ആത്മാവിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. താൻ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മൺകുടമായിരുന്നു അന്ന് അവൾ നന്ദിത തകർത്തത്. അത് തകർത്തത് മൂലം ഈ ആത്മാവിന് വളരെയധികം ദേഷ്യം വന്നിട്ടുണ്ട്. ആ ആത്മാവിന് ആവശ്യം നന്ദിതയുടെ ശരീരമല്ല,
മറിച്ച് മറ്റൊരു പാർപ്പിടമായിരുന്നു. അത് ഇതുപോലെയുള്ള ഒരു മൺകുടമായിരുന്നു. ആ സമയത്ത് ഗംഗാജലവും അതുപോലെയുള്ള ചില മാന്ത്രിക വെള്ളമൊക്കെ തളിക്കുന്ന സമയത്ത് ആ പൈശാചിക ശക്തി അവിടെ നിന്നും ഓടി മറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ആ മന്ത്രവാദി പറഞ്ഞത്, ഇതിൽ നിന്നും നീ പൂർണ്ണമായും മുക്തയല്ല. ഇതിൽ നിന്നും നീ പൂർണ്ണമായും മുക്തയാവണമെങ്കിൽ അന്ന് നീ തകർത്ത ആ മൺകുടം എവിടെ നിന്നാണോ ലഭിച്ചത് ആ സ്ഥലത്ത് ഒരു മൺകുടവും കൊണ്ടുപോയി അവിടെ വെച്ച് പൂജ ചെയ്യണം. എങ്കിൽ മാത്രമേ നീ ഇതിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. തൽക്കാലം നീ ആത്മാവിൻ്റെ പിടിയിൽ നിന്നും മോചിതയാണ്. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു പരിഹാരം മാത്രമേ അതിനുള്ളൂ എന്ന് ആ മന്ത്രവാദി നന്ദിതയോട് പറഞ്ഞു. എന്നാൽ നന്ദിതയ്ക്ക് ചുറ്റും ഒരു സംശയമായിരുന്നു. കാരണം ഗോവയിൽ ഒരുപാട് ബീച്ചുണ്ട്. അവരെല്ലാവരും മദ്യലഹരിയിലായതുകൊണ്ട് അവർ അന്ന് പോയ ബീച്ച് പോലും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവിടെ ഏത് ഭാഗത്താണ് ഈ ബീച്ചെന്നും എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയെന്നും എന്നുപോലും നന്ദിതയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് നന്ദിതയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പൈശാചിക അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പിന്നീട് അതൊന്നും കാര്യമാക്കിയെടുത്തില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നന്ദിത ഫോൺ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ഹാങ് ആവുന്ന സമയത്ത് ആ ഫോണിൽ ഒരു മെസ്സേജ് കാണിക്കും, വൈ യു ബ്രോക്കൺ മൈ ഹോം, നീ എന്തിനാണ് എൻ്റെ വീട് തകർത്തത് എന്ന്. അതുപോലെ ഒരു പൈശാചിക മുഖമുള്ള ഒരു സ്ത്രീയുടെ മുഖം ആ മൊബൈൽ ഫോണിൽ തെളിഞ്ഞു വരാറുണ്ടോ എന്നും ഈ കഥ നന്ദിത ഞങ്ങളോട് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഒരു ആത്മാവിനെ തുറന്നുവിടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അതിനെ പിന്നീട് അടക്കം ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. നന്ദിതയുടെ ഈ ജീവിതകഥ അതിന് ഒരു ഉദാഹരണമാണ്. എവിടെ വെച്ചാണ് ആ പൈശാചിക ശക്തിക്ക് സ്വാതന്ത്ര്യം നൽകിയതെന്ന് പോലും വ്യക്തമല്ലാത്ത നന്ദിതയ്ക്ക് ഇന്നും ഭയമാണ്. ഇനി എപ്പോഴെങ്കിലും ആ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്ദിതയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.